നമ്മളൊരു പോർട്രേറ്റ് ചെയ്യുമ്പോൾ ഷെയ്ഡ് ചെയ്യാറുണ്ട്, ബ്ലെൻഡിങ് സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ബ്ലെൻഡൊക്കെ ചെയ്ത് എടുക്കാറുണ്ട്. പക്ഷേ കുറച്ച് പേര് മിസ്സാക്കുന്ന ഒരു കാര്യമുണ്ട്, സ്കിന്നിൻ്റെ ടെക്സ്ചർ ചെയ്യുന്ന കാര്യം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായിട്ട് സ്കിൻ ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ പോർട്രേറ്റ് കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് സ്കിൻ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുടിയുടെ ഒരു പോർഷൻ ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് സ്കിൻ ടെക്സ്ചർ ചെയ്യാം. അപ്പോൾ ഈ മുടി വരയ്ക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണാം. മുടി വരയ്ക്കുന്ന ടൂൾസും കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്കിൻ ടെക്സ്ചർ പഠിക്കാൻ പോകുന്നത് ഈ ഗേളിൻ്റെ കഴുത്തിൽ ഉള്ള ലൈറ്റ് ആൻഡ് ഷാഡോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഒരു ബ്രഷ് എടുത്തിട്ട് അത് ഗ്രാഫൈറ്റ് പൗഡറിൽ മുക്കിയിട്ട് ഷാഡോ ഉള്ള ഭാഗത്ത് പെയിൻറ്റ് ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുകയാണ്. ബ്രഷ് നമ്മളെ കുറച്ചുകൂടി ലൈറ്റ് ആൻഡ് ഷാഡോ മനസ്സിലാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ കഴുത്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ ടെക്സ്ചേർഡായിട്ട് സ്കിൻ ടോണും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഉണ്ടല്ലോ, ടെക്സ്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ലൈറ്റ് ആൻഡ് ഷാഡോ ഒരു പാറ്റേൺ പോലെയൊക്കെ വരും. അതൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ബ്രഷ് വെച്ചിട്ട് ആ ഷാഡോ ഒന്ന് എടുത്ത ശേഷം ഞാനൊരു HB പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈനൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഈ ഒരു ഭാഗത്തായിട്ട് മാല വരും. അപ്പോൾ അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുകയാണ്. എന്നിട്ട് അതിൻ്റെ മാലയ്ക്കൊരു ഷാഡോ ഉണ്ടാവുമല്ലോ, മാല കഴുത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഒരു ഷാഡോ കഴുത്തിൽ വീഴില്ലേ, അപ്പോൾ അതും കൂടി ഞാൻ ബ്രഷ് വെച്ചിട്ട് ആ ഷാഡോ കൂടി കൊടുക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ഷാഡോ ഉണ്ടോ അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. എന്നിട്ട് പതിയെ ലെയർ ബൈ ലെയർ ആയിട്ട് ആ ഷാഡോൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടി നമുക്ക് ആവശ്യമുള്ള ടോണിലേക്ക് എടുക്കുക. അപ്പോൾ ഞാനിവിടെ പാരലൽ ഹാച്ചിങ് ആണ് ചെയ്യുന്നത്. ഷോർട്ടായിട്ടുള്ള പാരലൽ ലൈൻസ് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ മുഖത്തിൻ്റെ ഷാഡോ കഴുത്തിലേക്ക് വീഴും. അപ്പോൾ ആ ഒരു ഷാഡോൻ്റെ ഷേപ്പ് നോക്കിയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ബ്ലെൻഡിങ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ആ ഷാഡോ ഒന്ന് ബ്ലെൻഡ് ചെയ്തിടുക. ഇനി നമുക്ക് കഴുത്തിൽ കിടക്കുന്ന മാല വരയ്ക്കാം. മാല ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്തെടുത്തിട്ട് വേണം കഴുത്തിലെ ടെക്സ്ചർ ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു കാര്യം കഴിഞ്ഞ് അടുത്തത് എന്ത് ചെയ്യണമെന്ന് ഒരു ആർട്ടിസ്റ്റിൻ്റെ തീരുമാനമായിരിക്കും. ഇപ്പോൾ ചിലർക്ക് വേണമെങ്കിൽ കഴുത്ത് ആദ്യം വരച്ചിട്ട് മാല പിന്നീട് വരയ്ക്കാം. അത് ഓരോരുത്തർ ഇൻട്രസ്റ്റ് പോലെ വരയ്ക്കുന്ന പ്രോസസ്സിൽ നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഓർത്ത് ആരും ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം എന്ത് വരയ്ക്കണം, ആദ്യം ഇത് വരച്ചാലാണോ ശരിയാവുക, അങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഫ്ലോയിൽ അങ്ങോട്ട് വരച്ചു പോവുക. നമ്മുടെ ഡ്രോയിങ് മാക്സിമം എൻജോയ് ചെയ്യുക. മാല വരയ്ക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് ഒരു വൈറ്റ് ജെൽ പെൻ, മഷിയില്ലാത്ത പെൻ, പിന്നെ നമ്മുടെ പെൻസിൽ. അപ്പോൾ മാലയുടെ ആ പാറ്റേൺസ് ഉണ്ടല്ലോ, ആ മാലയുടെ അകത്ത് കല്ലുകളുണ്ട്. അത് കിട്ടാനായിട്ട് നമ്മൾ ഒരു മഷിയില്ലാത്ത പെൻ വെച്ചിട്ട് കുറച്ചൊന്ന് സ്ക്രിബിൾ പോലെ ചെയ്തിടും. ആ സ്ക്രിബിളിൻ്റെ മുകളിൽക്കൂടെ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതവിടെ ഒരു കല്ലിൻ്റെ മാലയിൽ ഡയമണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷെയ്പ്പിന് അതിൻ്റെ ആ ഒരു തിളക്കം പോലെ തോന്നും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ സ്കിൻ ടെക്സ്ചറും ഹെയറും മാത്രം നോക്കാതെ ഇങ്ങനെയുള്ള എലമെൻറ്റ്സ് കൂടി ശ്രദ്ധിച്ച് വരച്ചാൽ ആ പോർട്രേറ്റ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവും. അത് കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയല്ലോ. ആഭരണങ്ങളും ഡ്രസ്സും കമ്മലും അങ്ങനെയുള്ള എലമെൻറ്റ്സൊക്കെ നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റിയാൽ വളരെ നല്ലതല്ലേ. ഇനി മാലയ്ക്ക് ഒരു ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് ഡാർക്ക് ഷെയ്ഡ് കൊടുക്കാം. നമ്മുടെ പടത്തിൽ എന്തൊക്കെ ഒബ്ജക്റ്റ് വന്നാലും അതിൽ വെളിച്ചം വീഴുന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ടോൺ, മിഡിൽ ടോൺ, ഡാർക്ക് ടോൺ, അതുപോലെ തന്നെ ഹൈലൈറ്റ്, ഇത്രയും പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ മിനിമം ഇത്രയും കാര്യങ്ങൾ ഷെയ്ഡ് ചെയ്തെടുത്താൽ മാത്രമേ ആ ഒരു ഒബ്ജക്റ്റ് 3D പോലെ ഉരുണ്ടതായിട്ട് തോന്നുള്ളൂ. അപ്പോൾ എന്തൊരു ഒബ്ജക്റ്റ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചിട്ട് ഹൈലൈറ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ മാലയുടെ തിളക്കമുള്ള ഭാഗത്തൊക്കെ നമ്മൾ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചിട്ട് ഡോട്ടും ലൈൻസൊക്കെ ഇട്ടിട്ട് ആ ഒരു ഫീൽ വരുത്താണ്. നെക്കിൽ ഞാൻ ടെക്സ്ചർ ഉണ്ടാക്കുന്നത് നോക്കിയോളൂ. പെൻസിൽ വെച്ചിട്ട് ചെറിയ ലൈൻസ്, ഷോർട്ടായിട്ടുള്ള ലൈൻസ്, അതും അതിൻ്റെ ഡയറക്ഷൻ നോക്കണം. ആ സ്കിന്നിൻ്റെ ടെക്സ്ചറിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് ലൈൻസ് ഇടുക. എന്നിട്ട് അത് ലൈൻസ് കൂടിപ്പോയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലെൻഡിങ് സ്റ്റിക്ക് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്തിടാം. പിന്നെ നമ്മുടെ ഗ്രാഫൈറ്റ് പൗഡർ ഉപയോഗിച്ചിട്ടും ബ്ലെൻഡ് ചെയ്തിടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാനൊരു മോണൈറൈസർ വെച്ചിട്ട് ആ ടെക്സ്ചറിൻ്റെ ഹൈലൈറ്റ് കൊടുക്കുകയാണ്. സ്കിൻ ടെക്സ്ചർ എന്ന് പറയുമ്പോഴും ഒരു 3D ഷേപ്പല്ല, പൊന്തിയും താഴ്ന്ന് ഇരിക്കുന്ന ഷേപ്പല്ല. അപ്പോൾ അതിനൊരു ഹൈലൈറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ചെറിയ ലൈൻസ്, ആ ചെറിയ ലൈൻസ് അതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ഹൈലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ കറക്റ്റ് ടെക്സ്ചർ പോലെ തോന്നിക്കും. അത്രയേ ഉള്ളൂ സ്കിൻ ടെക്സ്ചർ എന്ന് പറയുന്ന സംഭവം വളരെ ഈസിയാണ്. പക്ഷേ ക്ഷമയോടുകൂടി ഓരോ ചെറിയ പോർഷൻ എടുത്ത്
ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഒരു യങ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ പിക്ചറാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത്രയും സ്കിൻ ടെക്സ്ചറൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വയസ്സായ ആൾക്കാരുടെ പടമൊക്കെ വരയ്ക്കുമ്പോൾ നല്ലോണം ടെക്സ്ചർ ഉണ്ടാവും, ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഷാഡോ ഒക്കെ ഡാർക്കായിട്ടും ഹൈലൈറ്റ് കുറച്ചുകൂടി നല്ല രീതിയിൽ വൈറ്റായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ടെക്സ്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് കഴുത്തിൻ്റെ താഴെയുള്ള പോർഷനും കൂടി എങ്ങനെയാണ് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റത്തെ സ്റ്റെപ്പ് ബ്രഷ് വെച്ചിട്ട് ഗ്രാഫൈറ്റ് പൗഡറിൽ മുക്കിയിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ബ്രഷ് ഉപയോഗിക്കാൻ നമുക്ക് സോഫ്റ്റായിട്ടുള്ള ടോൺസ് എല്ലാം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാനായിട്ടാണ് ഞാൻ വീണ്ടും രണ്ടാമത് ഒന്നും കൂടി പറഞ്ഞിരുന്നത്. എന്നിട്ട് സാധാ പെൻസിൽ ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഷാഡോ ഒക്കെ ഇടുക. നമ്മൾ മിക്കതും പാരലൽ ഹാച്ചിങ് അല്ലെങ്കിൽ കോണ്ടൂർ ഹാച്ചിങ് എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുക. ചെറിയ ചെറിയ ലൈൻസ് ഇട്ട് ഷെയ്ഡ് ചെയ്യുക എന്നുള്ള മെത്തേഡ്. പിന്നെ നമ്മളൊരു ബ്ലെൻഡിങ് സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഷെയ്ഡൊക്കെ വേണമെങ്കിൽ ബ്ലെൻഡ് ചെയ്തിടാം. പിന്നെ ഒരു ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഡാർക്ക് ഷാഡോ ഒക്കെ ചെയ്തിടുന്നു. അപ്പോൾ ഇത്രയും പ്രോസസ്സ് നിങ്ങൾ സാധാരണ ഒരാളുടെ പോർട്രേറ്റൊക്കെ വരയ്ക്കുമ്പോൾ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇനിയിപ്പോൾ ഹൈലൈറ്റ് കൊടുക്കുന്നതിലാണ് നമ്മൾ ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഹൈലൈറ്റ് കൊടുക്കുന്നതിനൊപ്പം തന്നെ വേണമെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് ലൈൻസ് ഇടാം. അപ്പോൾ ഞാനിവിടെ ഹൈലൈറ്റ് കൊടുക്കുന്നത് സാധാരണ ഒരു മോണോ ഇറേസർ വെച്ചിട്ടാണ്. മോണോ ഇറേസർ വെച്ചിട്ട് നീറ്റായിട്ട് ചെറിയ ചെറിയ പോർഷൻ നമുക്ക് ഇറേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഇറേസ് ചെയ്തിട്ട് ആ സ്കിന്നിൻ്റെ പാറ്റേണിൽ തന്നെ ടെക്സ്ചർ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. വളരെ കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ. സമയമെടുത്ത് നിങ്ങളുടെ കയ്യിൽ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടെങ്കിൽ അത് റെഫർ ചെയ്തിട്ട് സ്കിന്നിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ആ ഒരു പാറ്റേണിൽ തന്നെ ഈ ഹൈലൈറ്റും ഷാഡോയും പെൻസിലിലെ ചെറിയ ചെറിയ ലൈൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റിയൽ സ്കിന്ന് പോലെ ഇരിക്കും. അത് കുറേ നാൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈപ്പർ റിയലിസ്റ്റിക് പോർട്രേറ്റൊക്കെ വരയ്ക്കാനായിട്ട് സാധിക്കും. അത്രേ ഉള്ളൂ സംഭവം. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള പോർട്രേറ്റ് സീരീസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.